എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് അന്തോറയിലെ വളരെ മനോഹരമായ ഒരു ഗ്രാമം കാണാനായിട്ട് പോയി വരാം. ഓർദീനോ എന്നാണ് ഈ ഗ്രാമത്തിന്റെ പേര്. നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയിൽ നിന്ന് ഒരു അരമണിക്കൂർ യാത്രയുണ്ട്. നമ്മൾ ബസ്സിനാണ് ഇന്ന് പോകുന്നത്. L6 എന്ന് പറഞ്ഞ ബസ്സിന് വേണം നമുക്ക് കയറാനായിട്ട്. അന്തോറയുടെ ഒരു 80% മലനിരകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ടണൽ ഇഷ്ടം പോലെ അന്തോറയിലുണ്ട്. അന്തോറയിൽ കൂടി എപ്പോൾ യാത്ര ചെയ്താലും ഒരു ടണലിലെങ്കിലും കയറാതെ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് കഴിയുകയില്ല. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ലാ മസാന എന്ന് പറഞ്ഞൊരു ടൗണിലാണ്. നമ്മുടെ ഈ യാത്രയിൽ ആകെയുള്ള ഒരു വലിയ ടൗൺ എന്ന് പറയുന്നത് ഈ മസാനയാണ്. പിന്നെ അടുത്തത് നമ്മൾ പോകുന്ന ഗ്രാമമായ ഓർദീനോയാണ്. നമ്മളങ്ങനെ ആ ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 4300 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണിത്. ഇതിന്റെ പേര് ഓർദീനോ. ഇവിടെ ആദ്യം തന്നെ നമുക്കൊരു ഓഡിറ്റോറിയം നാഷണൽ ഡി അന്തോറ എന്ന് പറഞ്ഞ് കാണാം. നമ്മൾ വന്നത് ഈ ബസ്സിനാണ്, L6-ന്. ഇതാണ് ബസ് സ്റ്റോപ്പ്. ഇവിടുന്ന് ബസ് തിരിച്ചു പോവാണ്. ബസ് ഇറങ്ങി മുന്നോട്ട് നടന്നു കഴിയുമ്പോൾ ആദ്യം തന്നെ ഒരു സ്ട്രീറ്റ് കാണാം. വളരെ മനോഹരമായ പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിച്ച നല്ലൊരു നടപ്പാതയൊക്കെ കാണാം. കുറച്ചുകൂടി മുന്നോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ ഒരു പള്ളി കാണാം. നമുക്ക് ആ പള്ളിക്കകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതിനോട് ചേർന്ന് തന്നെ ഒരു മ്യൂസിയമുണ്ട്. കാസ അരേനി എന്നാണ് ആ മ്യൂസിയത്തിന്റെ പേര്. 1600, 1900 കാലഘട്ടത്തിലെ ഓർദീനോയിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാമിലിയുടെ ഒരു ഹൌസാണിത്. ആ കാലത്ത് ഉപയോഗിച്ചിരുന്ന ലക്ഷറി ആയിട്ടുള്ള ഫർണിച്ചറുകളും ആയുധങ്ങളും ഒക്കെയാണ് ഈ മ്യൂസിയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓർദീനോയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ കാലാവസ്ഥയാണ്. ഏത് ചൂടുള്ള വേനൽക്കാലത്തും ഓർദീനോയിൽ നല്ല തണുത്ത കാറ്റ് അനുഭവപ്പെടും. യൂറോപ്പിൽ പൊതുവെ ആഗസ്റ്റ് മാസമാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. വേനൽക്കാലത്തിന്റെ പീക്ക് എന്ന് പറയുന്നത് ആഗസ്റ്റ് ആണ്. ഓർദീനോയുടെ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ ചൂട് 32.9 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് 2012 വേനൽക്കാലമായ ആഗസ്റ്റ് മാസത്തിലാണ് രേഖപ്പെടുത്തിയത്. ആഗസ്റ്റ് 19 ഈ ചൂട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതാണ് ഏറ്റവും കൂടിയ ചൂട്. ഇവിടെ ഒരു പാർക്കുണ്ട്. പിള്ളേർക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളും ലൈറ്റും ഒക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ പാർക്കാണത്. അപ്പം ഒരു ചെറിയ കാറ്റൊക്കെ ഉണ്ട്. നല്ല വേനൽക്കാലമാണ് ഇപ്പോഴും. നല്ല കാറ്റൊക്കെ ഉണ്ട് ഇപ്പോഴും. എന്ത് ഭംഗിയാണെന്നറിയാവോ ഈ ഗ്രാമം കാണാനായിട്ട്. അവിടെ ഒരു പൈപ്പ് കാണാം. ആൾക്കാർക്ക് കുടിവെള്ളത്തിനുള്ള സൗകര്യമൊക്കെയാണ്. അന്തോറയുടെ പല ഭാഗത്തും ഇതുപോലത്തെ പൈപ്പുകൾ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ഈ ഇടവഴിയിൽ കൂടി ഒന്ന് പോയി നോക്കാം. നല്ല ഭംഗിയുള്ള കെട്ടിടങ്ങളാണ്. കല്ലുകൊണ്ട് കെട്ടിയ കെട്ടിടങ്ങളൊക്കെയാണ്. അവിടെ എന്താണ് ഉള്ളതെന്നൊക്കെ ഒന്ന് പോയി നോക്കാം. എന്ത് രസമാണ് ഇതിലെ നടക്കാൻ. അങ്ങോട്ടൊരു ചെറിയ വഴിയുണ്ട് താഴോട്ട് പോകാനായിട്ട്. അവിടെ ഒരു ലൈറ്റൊക്കെ ഉണ്ട്. ആൾക്കാർക്ക് നടക്കാനും കുറച്ച് ചെറിയ ചെറിയ വീടുകളും ഒക്കെ ഉണ്ട് അവിടെ. നല്ല രസമുണ്ട് അവിടെ കാണാനായിട്ട്. അവിടെ ഒരു പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്. വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. തക്കാളി,
വഴുതനങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ കണ്ടു. കൂടാതെ സൂര്യകാന്തിയും കുറച്ച് ഞാൻ കണ്ടിരുന്നു അവിടെ. ഇവിടെയും കുറെ കൃഷികളൊക്കെ കാണാം. പിന്നെ ഇവിടെ ഒരു നടപ്പാതയുണ്ട്, അതിൽ നടന്ന് റിലാക്സ് ആയിട്ട് നടക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട്. നല്ല ഭംഗിയാണ് ഈ ഗ്രാമം കാണാൻ. അത്ര വലിയ ഗ്രാമമൊന്നും അല്ലത്, ഒരു ചെറിയ ഗ്രാമമാണ്. അവിടെ ഒരു ചെറിയ സ്റ്റാച്ചുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അന്തോറയുടെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.